നമസ്കാരം. എന്തൊരു ദേശസ്നേഹത്തിന്റെ കരച്ചിലാണല്ലേ നമുക്ക് ചുറ്റും കേൾക്കുന്നത്. ട്രംപ് നമ്മളെ അപമാനിച്ചേ, മോദി നട്ടല്ലൂരി പണയം വെച്ചേ, അങ്ങനെ പല പല രീതിയിലുള്ള കരച്ചിലുകളാണ് നാം കേൾക്കുന്നത്. ഈ ദേശസ്നേഹത്തിന്റെ കരച്ചിൽ നാം മുമ്പെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാനിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നപ്പോഴോ, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴോ, ഉക്രൈനിൽ നിന്ന് നമ്മുടെ പൗരന്മാരെ മാത്രമല്ല പാകിസ്ഥാൻ പൗരന്മാരെ കൂടി രക്ഷിച്ചു കൊണ്ടുവന്നപ്പോഴോ ഒരു നല്ല വാക്കോ, ഈ ദേശസ്നേഹത്തിന്റെ ഒരു നല്ല വാക്ക് നമ്മൾ കേട്ടിരുന്നു? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദേശസ്നേഹത്തിന്റെ കരച്ചിൽ? ഇപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാരെയാണ് ട്രംപ് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതും അമേരിക്കയുടെ ചെലവിൽ. നമ്മുടെ പൗരന്മാരെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ഭാരതത്തെ നാണം കെടുത്തിയത് ഈ അനധികൃതമായി നുഴഞ്ഞു കയറിയ പൗരന്മാരല്ലേ, ട്രംപ് അല്ലല്ലോ. ട്രംപ് ഇങ്ങോട്ട് പറഞ്ഞയച്ചു, നാം സ്വീകരിക്കുന്നു നിശബ്ദമായി. അത് നാം ചെയ്തേ പറ്റുള്ളൂ. നാളെ ഇതേ കാര്യങ്ങൾ മോദി ചെയ്യേണ്ടി വരും. കാരണം അത്രയേറെ കുടിയേറ്റക്കാർ ഭാരതത്തിലുണ്ട്. അപ്പോൾ മനുഷ്യാവകാശത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ കരച്ചിൽ തുടങ്ങി വെച്ചിരിക്കുന്നത് ഈ ടുക്കടെ ഗ്യാൻ. നാളെ മോദി ഈ റോഹിംഗ്യൻസിനെ, ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് കയറ്റി അയക്കുമ്പോൾ ഈ കരച്ചിൽ തുടരണം. കോടിക്കണക്കിനുണ്ട് ഈ നുഴഞ്ഞു കയറ്റക്കാർ. നമ്മുടെ വിഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് പെറ്റുപെരുകാൻ ഈ കുടിയേറ്റക്കാരെ നാം എന്തിനു സമ്മതിക്കണം? നാം എന്തിനു സഹിക്കണം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിഭജന കാലത്ത് തന്നെ ശതമാനക്കണക്ക് പറഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിന്റെ മണ്ണ് വിഭജിച്ച് വാങ്ങിക്കൊണ്ടാണ് പിന്നീട് പാകിസ്ഥാൻ ഉണ്ടായത്. അന്ന് ഹിന്ദുക്കൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 5 or 6 ജില്ലകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ഹിന്ദുക്കൾ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് നെഹ്റു ഈ എനിമി പ്രോപ്പർട്ടി മുഴുവനും പാകിസ്ഥാനിലേക്ക് പോകുന്ന, ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രോപ്പർട്ടിയും വഖഫ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ അവശേഷിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടു. അന്നൊന്നും ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ഈ വക കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു ബോധമില്ല. ഗാന്ധിയും നെഹ്റുവും എന്തു പറയുന്നു അതേപോലെ. അന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അത്രേ, അവസാനത്തെ മുസ്ലിമിനെയും ഭാരതത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ നാളെ ഭാരതത്തിന് ഇത് തലവേദനയായി വരുമെന്ന്. ഒരു പൊതുസമ്മേളനത്തിൽ പട്ടേൽ ചോദിച്ചിട്ടുണ്ട് അത്രേ, എന്തുകൊണ്ടാണ് നിങ്ങൾ പാകിസ്ഥാന് വേണ്ടി നിലവിളി കൂട്ടിയിട്ട് ഇപ്പോൾ വിഭജനത്തിന് ശേഷം പോവാത്തത്? പലരും എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് അന്ന് അവർ തുറന്ന് ചോദിച്ചിട്ടുണ്ട് അത്രേ. അപ്പോൾ അതിന് സമ്മതിക്കാതെ പിടിച്ചു വെച്ചിട്ടുള്ളത് ഗാന്ധിയാണ്. പിന്നീട് ഇവിടെ ഈ ഭാരതത്തിനുള്ളിൽ തന്നെ ഒരു പാകിസ്ഥാൻ വളർത്താൻ വേണ്ടി ഈ ഭൂമിയെ വഖഫ് ചെയ്തതും ഈ കാശ്മീരിന്റെ ഈ 370 ഉണ്ടാക്കി വെച്ചതും ഒക്കെ നെഹ്റുവാണ്. അങ്ങനെ ഇപ്പോഴും തുടരുന്ന കുടിയേറ്റത്തെ ഈ നെഹ്റുവിയൻ സംസ്കാരത്തിൽ കൂടെ ഇവിടെ തന്നെ കുടിയേറ്റക്കാരെ തുടർന്ന് ജീവിക്കാൻ സമ്മതിച്ചുകൊണ്ട്, പെറ്റുപെരുകാൻ സമ്മതിച്ചുകൊണ്ട് ഇനിയും ഈ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ടുക്കടെ ഗ്യാങ് ഇപ്പോഴേ കരച്ചിൽ തുടങ്ങിയിരിക്കുന്നത്. ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട് നാം ഒരുപാട് കാര്യങ്ങൾ നാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നാം ഇതൊക്കെയും ശ്രദ്ധിച്ചല്ലേ പറ്റുകയുള്ളൂ. ഒന്ന് നോക്കൂ, തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. അവിടെ 6 പടൈ വീട് എന്ന് പറയുന്ന മുരുകൻ ക്ഷേത്രങ്ങളുണ്ട്. അത് തിരുത്തണി മുരുകൻ ക്ഷേത്രം, സ്വാമിമലൈ മുരുകൻ ക്ഷേത്രം, പഴനി മുരുകൻ ക്ഷേത്രം, പഴമുതിർച്ചോലൈ മുരുകൻ ക്ഷേത്രം, തിരുപ്പറംകുണ്ട്രം മുരുകൻ ക്ഷേത്രം, തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം തുടങ്ങിയവയാണ്. ഇത് തിരുപ്പറംകുണ്ട്രം മുരുകൻ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവിടെ ഈ തിരുപ്പറംകുണ്ട്രം മുരുകൻ ക്ഷേത്രത്തിന്റെ മലയിൽ തന്നെ ഒരു ദർഗയുണ്ടായിരുന്നു. വളരെ ചെറിയൊരു ദർഗ എന്ന് പറഞ്ഞാൽ ശവകുടീരം, ദിവ്യന്റെയോ മറ്റോ ഒരു ശവകുടീരം. അങ്ങനെ വളരെ ചെറിയ ദർഗ ഇപ്പോൾ വളർന്ന് വലിയൊരു മസ്ജിദായിട്ടുണ്ട്. അതിന്റെ ഇപ്പോഴും പണി തുടർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു മസ്ജിദാണ് അത്ര. അങ്ങനെ അന്ന് ആ ദർഗ അവിടെ വെക്കുമ്പോൾ ആരും വിചാരിച്ചിട്ടില്ല നാളെ ഇതൊരു പ്രശ്നമായി വരുമെന്ന്. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മസ്ജിദിലേക്ക് ഒരു മുസ്ലിം മതവിശ്വാസി, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും കുറേ മൃഗങ്ങളെ ആട്, കോഴി തുടങ്ങിയവയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ എന്താണെന്ന് പോലീസുകാർ ചോദിച്ചു അത്രേ. അപ്പോൾ ബലി കൊടുക്കാനാണ്
എന്ന് പറഞ്ഞു. അപ്പോൾ തിരുപ്പറങ്കുന്നം ക്ഷേത്രമാണ് ഇത്. ഇത് മുരുകക്ഷേത്രത്തിൻ്റെ പരിസരമാണ്. ഇവിടെ ബലി പറ്റില്ല, നോൺ വെജ് പറ്റില്ല എന്നുള്ളതൊക്കെ പോലീസ് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ പ്രശ്നമായി, ആൾക്കാർ കൂടി. പിന്നീട് SDPIൻ്റെ ആൾക്കാർ വന്നു, പ്രകടനമായി. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിക്കണം, ചെറിയൊരു ദർഗ വെക്കാൻ അന്ന് അനുവദിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ DMKൻ്റെ സഖ്യത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു MLAയും DMKൻ്റെ തന്നെ ഒരു മുസ്ലിം MP ചേർന്ന് ഈ സ്ഥലത്തേക്ക് വരികയും ഈ സ്ഥലം പിന്നെ കുറച്ച് പേരെ ചേർത്ത് സർവേ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇത് വഖഫ് ചെയ്തിരിക്കുന്നു. ഈ തിരുപ്പറംകുന്നം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചു അത്രേ. അങ്ങനെ എന്തായി, തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ മുഴുവനും ഇളകി. അവർ മുരുക വിശ്വാസികളാണ്. കേരളത്തിലെ ഹിന്ദുക്കളെ പോലെയല്ല. അവരുടെ മുരുകനെ തൊട്ടാൽ സഹിക്കില്ല. അങ്ങനെ ആ ഹിന്ദു വിശ്വാസികൾ ഇളകി എല്ലാവരും മധുരയിൽ ഒന്നിച്ചുകൂടി വലിയ പ്രശ്നമുണ്ടായി. സ്റ്റാലിൻ എന്തായാലും നന്നായി ഭയന്നു. DMK ഒന്ന് വിറച്ചു. അങ്ങനെ ഈ തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ അവരെ ഒരു പാഠം പഠിപ്പിച്ച് തൽക്കാലം വഖഫ് ചെയ്യലൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഖഫിൻ്റെ ഭീകരത മനസ്സിലാവാത്തൊരു കാലത്ത് ഹിന്ദുക്കൾ അങ്ങനെ ആയിക്കോട്ടെ, എല്ലാ കാലത്തും ഹിന്ദുക്കൾ സംഘടിതമായി ചിന്തിച്ചിട്ടേയില്ല. ഇനിയും ഐക്യത്തോടെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ഇനിയും വരാൻ പോകുന്ന ഈ സംസ്കാരത്തിന് വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നാം ചിന്തിക്കണം. ഈ ലിബറലുകൾ പല രാജ്യങ്ങളിലും അത് നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബ്രിട്ടൻ, ലെബനൻ, സിറിയ ഒക്കെയും അഭയാർത്ഥികളെ, കുടിയേറ്റക്കാരെ സ്വീകരിച്ച് ആ രാജ്യങ്ങളുടെ തനത് സംസ്കാരം ഇല്ലാതായി ഇപ്പോൾ കുടിയേറ്റക്കാരുടെ ഭരണത്തിന് കീഴിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അഭയാർത്ഥി എന്ന പേരിൽ അല്ലെങ്കിൽ കുടിയേറ്റം എന്ന പേരിൽ കയറിക്കൂടി പെരുകി ആ രാജ്യം പിടിച്ചടക്കുക, തനത് സംസ്കാരം ഇല്ലാതാക്കുക എന്ന സംസ്കാരമുള്ള അല്ലെങ്കിൽ സംഘടിത ശക്തിയുള്ള ഒരു ജനതയെ എന്തുകൊണ്ടും നാം ഭയക്കേണ്ടതല്ലേ? നമ്മുടെ ജനാധിപത്യത്തെ നിലനിർത്തണമെങ്കിൽ നാം ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടതല്ലേ? നാം ചിന്തിക്കണം, ഐക്യത്തോടു കൂടി നിൽക്കണം. ഇല്ലെങ്കിൽ നാളെ ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ ദർഗയുടെ പറഞ്ഞ പോലെ ഒരു ചെറിയ ദർഗ വികസിച്ച് മസ്ജിദായി ഇപ്പോൾ വഖഫിൻ്റെ സ്വത്താണെന്ന് പറയുന്നത് പോലെ നാളെ ഓരോ അഭയാർത്ഥിയും നമ്മുടെ മുമ്പിൽ നട്ടലോടുകൂടി തലയുയർത്തി നിന്ന് നമ്മുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരും. ചിന്തിക്കണം, നാം ഐക്യത്തോടെ ചിന്തിക്കണം.